ഹലോ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആത്മ മലയാളം ചാനലിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യാണ്. എൻ്റെ പേര് ആതിര മനോജ്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മുടിക്ക് തിളക്കവും അതേപോലെ തന്നെ സ്ട്രെയിറ്റും ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളൊരു ക്രീമാണ് നിങ്ങൾക്കായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതിന് മുന്നേ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തൊരു ബെൽ ബട്ടൺ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടിയും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ ക്രീമിൻ്റെ ഇൻഗ്രീഡിയൻസ് ആദ്യം ഞാൻ പരിചയപ്പെടുത്തി തരാം. ഫസ്റ്റത്തെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്ലിൻ അല്ലെങ്കിൽ പെട്രോളിയം ജെല്ലി എന്നൊക്കെ പറയാറുണ്ടല്ലോ, അതാണ് ആദ്യത്തെ ഇൻഗ്രീഡിയൻസ്. ഇത് മുടിക്ക് സ്ട്രെയിറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു വസ്തുവാണ് ഈ പെട്രോളിയം ജെല്ലി. രണ്ടാമത്തെ ഇൻഗ്രീഡിയൻസ് സാധാരണ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ പാരച്യൂട്ട് വെളിച്ചെണ്ണ എടുക്കാം. മൂന്നാമത്തെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ആൽമണ്ട് ഹെയർ ഓയിലാണ്. അതായത് ആൽമണ്ട് ബദാം ഓയിൽ എന്ന് പറയും. അതൊരു പ്രോട്ടീൻ ഓയിലാണ്. നമ്മുടെ മുടിയുടെ ഡാമേജിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ നല്ല മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഓയിലാണ് ആൽമണ്ട് ഓയിൽ. നാലാമത്തെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ അലോവേര ജെല്ലാണ്. അത് നമ്മുടെ മുടിയുടെ വളർച്ച ഉണ്ടാക്കാനും അതേപോലെ മുടി നല്ല തിളക്കം കിട്ടാൻ വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കും. അപ്പോൾ ഇങ്ങനെ 4 ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇനി അതിൻ്റെ നിർമ്മിക്കുന്നതും അതേപോലെ തന്നെ ഓരോരുത്തരുടെയും യൂസ് എന്താണെന്നും ഞാൻ പറഞ്ഞു തരാം. ആദ്യത്തെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ വാസലിൻ ആണല്ലോ. വാസലിൻ 1 ടേബിൾ സ്പൂൺ നമുക്ക് എടുക്കാം. ഇനി വാസലിൻ എന്താണ് ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് സ്ട്രെയിറ്റ് ചെയ്യാനും സഹായിക്കുന്ന ഒരു ജെല്ലാണ് വാസലിൻ എന്ന് പറയുന്നത്. മുടി സ്ട്രെയിറ്റ് മാത്രമല്ല, മുടിയുടെ അറ്റം പിളരുന്നതിനും ഈ മുടിയുടെ എല്ലാ കാര്യത്തിനും നമുക്ക് ഈ പെട്രോളിയം ജെല്ലി നമുക്ക് സഹായകമാക്കും. പിന്നെ മുടിക്ക് നല്ല തിളക്കം കിട്ടാനും ഈ പെട്രോളിയം ജെല്ലിയുടെ സഹായം നമുക്ക് ആവശ്യമായിരിക്കും. ഇനി രണ്ടാമത്തെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ. പാരച്യൂട്ട് വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല. പാരച്യൂട്ട് വെളിച്ചെണ്ണ നമ്മുടെ മുടിയുടെ തിളക്കം കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നൊരു വസ്തുവാണ് പാരച്യൂട്ട് വെളിച്ചെണ്ണ. മൂന്നാമത്തെ ഇൻഗ്രീഡിയൻസ് ആൽമണ്ട് ഓയിൽ. ആൽമണ്ട് ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബദാം ഓയിലാണ്. അതൊരു ഹെയർ ഓയിലാണ്. ഹെയർ ഓയിൽ നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത് തിളക്കം നന്നായിട്ട് വർദ്ധിക്കാനും മാത്രമല്ല കേട്ടോ, നമ്മുടെ മുടിയുടെ ഓരോ പ്രവർത്തനം, അതായത് മുടിക്ക് ഡാമേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് നല്ല സഹായകരമാണ് ഈ ഓയിൽ. ഇതൊരു 1 ടേബിൾ സ്പൂൺ നമുക്ക് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1-2 തുള്ളി നമുക്ക് യൂസ് ചെയ്യാം. ഇനി അടുത്തത് അലോവേര ജെല്ലാണ്. അലോവേര ജെല്ല് നമ്മുടെ മുടിയുടെ ഒരു കണ്ടീഷണറും കൂടിയാണ്. അതുമാത്രമല്ല മുടി നന്നായി വളരാനും മുടിക്ക് തിളക്കം കിട്ടാനും മുടിയെ നന്നായിട്ട് പരിപാലിക്കാനും ഈ അലോവേര ജെല്ല് നല്ല ഉപയോഗപ്രദമാണ്. അപ്പോൾ അതൊരു 1 ടേബിൾ സ്പൂൺ നമുക്ക് എടുക്കാം. ഇനി ഇത് എല്ലാം കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് ക്രീം പരുവത്തിലായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതായത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം, എന്നാലാണ് അത് ക്രീമായി വരുള്ളൂ. ഇപ്പോൾ നന്നായി മിക്സ് ചെയ്തുകൊണ്ട് നല്ലൊരു ക്രീം പരുവത്തിലായിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഇനി നമുക്ക് വേണ്ടത് മുടി ഒന്ന് ചീകണമെങ്കിൽ നമ്മൾ പല്ലുള്ള ഒരു ചീർപ്പ് വേണം. അപ്പോൾ നന്നായിട്ട് മുടി ഒന്ന് ചീകി കൊടുക്കണം. ഇതാണ് എൻ്റെ ഒറിജിനൽ മുടി. ഇതിനെ നമ്മൾ സ്ട്രെയിറ്റ് ചെയ്യാനാണ് ഞാൻ പോകുന്നത്. അപ്പം ആദ്യം നമ്മൾ ഒരു സെഷൻ മാത്രം എടുക്കുക. അത് ലെഫ്റ്റ് സൈഡിലാക്കിയിട്ട് ഒരു സെഷനായിട്ട് നമ്മൾ എടുക്കണം. എന്നിട്ട് നന്നായിട്ട് മുടി ഒന്ന് ചീകി കൊടുക്കുക. നേർവാഴ്ച എടുത്തിട്ട് 1 സൈഡ് എടുക്കുക. 1 സൈഡ് മാത്രം மட்டுം ചെയ്ത് കൊടുക്കാം. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മുടിയിഴകളും എടുക്കുക. കുറച്ച് മുടി എടുത്തിട്ട് അതിൽ ഫുള്ളായിട്ട് അറ്റം, അതായത് തലയോട്ടിൽ മുതൽ മുടിയുടെ അറ്റം വരെ ഇത് തേച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് നീട്ടി ഒന്ന് വലിച്ചു കൊടുക്കണം. അങ്ങനെ ഓരോ മുടി സെഷൻ എടുത്തിട്ട് അതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് ഒരു ചീർപ്പ് കൊണ്ട് അത് പുരട്ടിയ സ്ഥലത്ത് മൊത്തം ഒന്ന് ചീർപ്പ് കൊണ്ട് ചീകി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് കാണാൻ പറ്റും. അപ്പുറത്തെ മുടിയും ഇപ്പുറത്തെ സൈഡിൽ ഇപ്പോൾ ഞാൻ ചീകൊണ്ടിരിക്കുന്ന മുടിയും നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവും സ്ട്രെയിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന്, അല്ലേ? ഇനി അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും ഇതുപോലെ ചെയ്ത് കൊടുത്ത് മുടി ഒന്ന് ചീകി വയ്ക്കുക. ഇപ്പോൾ ഞാൻ മുഴുവനും ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ട് ചീകി കൊടുക്കുക. എന്നിട്ട് ഒരു മണിക്കൂർ നമുക്ക് ഇങ്ങനെ തന്നെ തലയിൽ വെച്ചിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഷാമ്പു, നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ഷാമ്പു വെച്ചിട്ട് നന്നായി കഴുകി കളയാം. ഇപ്പോൾ ഞാൻ തല കഴുകി വൃത്തിയാക്കി. ഇപ്പോൾ നോക്കിക്കോ, നല്ല സ്ട്രെയിറ്റ് ആയിട്ട് മുടി കിടക്കുന്നുണ്ടോ? അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ എൻ്റെ ചാനലൊന്ന് പരീക്ഷിച്ചിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ വീണ്ടും ഒരു കാര്യം കൂടി, സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.